സമ്മാനത്തുകയിൽ വൻ വർധനവുമായി എത്തിയ ഓണം ബമ്പറിന്റെ വിൽപ്പന തകൃതിയായി നടക്കുകയാണ്. 30 കോടി രൂപ ഒന്നാം സമ്മാനമായി ലഭിക്കുന്ന ബമ്പറിന്റെ ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. ഇതിനിടെ ടിക്കറ്റിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രചരിച്ച ആരോപണങ്ങളിൽ വിശദീകരണം നൽകുകയാണ് ഭാഗ്യക്കുറി വകുപ്പ്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ പ്രധാനപ്പെട്ട 5 ബമ്പർ ലോട്ടറികളിൽ ഏറ്റവും ജനപ്രീതി ഓണം ബമ്പറിനാണ്. ഓണം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടക്കുന്ന നറുക്കെടുപ്പിൽ 30 കോടി രൂപയാണ് വിജയിക്ക് സമ്മാനമായി ലഭിക്കുക. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സമ്മാനത്തുകയേക്കാൾ 5 കോടിയുടെ വർധനവാണ് ഇക്കുറിയുള്ളത്. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുമായാണ് 2026 ഓണം ബമ്പർ വിപണിയിലെത്തിയിട്ടുള്ളത്. ഓണം ബമ്പർ ടിക്കറ്റിന്റെ വിൽപ്പന ആരംഭിച്ച ആദ്യ ദിനത്തിൽ 8,72,540 ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത്. ആദ്യഘട്ടമായി 20 ലക്ഷം ടിക്കറ്റുകളാണ് വിൽപ്പനയ്ക്കായി ലഭ്യമാക്കിയിട്ടുള്ളത്. 2025 ആദ്യ ദിനത്തിൽ 3,17,850 ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞപ്പോഴാണ് ഇത്തവണ ഇരട്ടിയിലധികം ടിക്കറ്റുകൾ വിറ്റുപോയത്. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ ആദ്യ ദിനത്തിൽ തന്നെ 5,54,690 ടിക്കറ്റുകളുടെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ ലോട്ടറി വിപണിയിൽ സജീവമാണ്. വ്യാജ ടിക്കറ്റിൽ സമ്മാനം ലഭിച്ചതായി ജനങ്ങൾ കബളിപ്പിക്കപ്പെടുന്നു, അംഗീകൃത ഏജന്റുമാരും വിൽപ്പനക്കാരും ലോട്ടറി മാഫിയയുടെ ഇരകളാകുന്നു എന്നീ ആരോപണങ്ങൾ ചാനൽ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഇതിൽ കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് തന്നെ വിശദീകരണം നൽകുന്നുണ്ട്. പുറത്തിറക്കുന്ന എല്ലാ ലോട്ടറി ടിക്കറ്റുകളും സീക്രട്ട് കോഡ്, ബാർകോഡ് ഉൾപ്പെടെ 12 സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് അച്ചടിച്ച് വിതരണം ചെയ്യുന്നതെന്നും ഈ സുരക്ഷാ സംവിധാനങ്ങൾ വ്യാജ ടിക്കറ്റുകളിൽ പുനഃസൃഷ്ടിക്കാൻ സാധ്യമല്ലെന്നും ലോട്ടറി വകുപ്പ് അടിവരയിട്ട് പറയുന്നു. ടിക്കറ്റുകളുടെ ആധികാരികത ഒപെക് ടെസ്റ്റ് പാറ്റേൺ ഫിലിം ഉപയോഗിച്ച് പരിശോധിക്കുന്നതിന് പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ വകുപ്പിലുണ്ടെന്നും അംഗീകൃത ഏജന്റുമാർക്കും ഇത് സംബന്ധിച്ച പരിശീലനം നൽകിയിട്ടുള്ളതിനാൽ സമ്മാനത്തിനായി സമർപ്പിക്കപ്പെടുന്ന വ്യാജ ടിക്കറ്റുകൾ തിരിച്ചറിയുകയും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാൻ വകുപ്പിന് സാധിക്കുന്നുണ്ടെന്നും പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ലോട്ടറി വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ലോട്ടറി സമ്മാനത്തിന്റെ പേരിൽ വ്യാജ ടിക്കറ്റുകളും വ്യാജ സന്ദേശങ്ങളും ഉപയോഗിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്നത് ഗുരുതരമായ നിയമവിരുദ്ധവും ക്രിമിനൽ സ്വഭാവമുള്ളതുമായ കുറ്റമാണ്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന മുറയ്ക്ക് കേരള പോലീസിന്റെയും സൈബർ ക്രൈം വിഭാഗത്തിന്റെയും സഹകരണത്തോടെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കും. അതേസമയം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന വ്യക്തി നിർബന്ധമായും ടിക്കറ്റിന്റെ പുറകുവശത്ത് പേര്, മേൽവിലാസം, ഫോൺ നമ്പർ എന്നിവ എഴുതിയിരിക്കണം. ടിക്കറ്റിന്റെ ഫോട്ടോ എടുക്കാനും കോപ്പി എടുത്തു വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, ലോട്ടറി ടിക്കറ്റിലൂടെ ഭാഗ്യം നിങ്ങളെ തേടി എത്തുകയാണെങ്കിൽ സമ്മാനത്തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയതിനു ശേഷം വളരെ പതുക്കെ മാത്രമേ സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കാവൂ. പണം എങ്ങനെ ചെലവഴിക്കണമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടാവുന്നതാണ്. അതോടൊപ്പം സമ്മാനത്തുകയുടെ മുഴുവൻ ഒരിടത്തു തന്നെ നിക്ഷേപിക്കാതെ സുരക്ഷിത മാർഗങ്ങളിലേക്ക് തുക വിഭജിച്ച് നിക്ഷേപിക്കുന്നതാണ് നല്ലത്. ലോട്ടറി സമ്മാനത്തിന്റെ നികുതി നിയമങ്ങൾ മനസ്സിലാക്കിയ ശേഷം സാമ്പത്തിക പദ്ധതി തയ്യാറാക്കുന്നതാണ് ഉചിതം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.